dual space. Let X be a vector space. Define X star equal to set of all linear functionals. Set of all linear functionals. This X star become a vector space. It is called the dual space. It is called the dual space. അപ്പോൾ X ഒരു വെക്ടർ സ്പേസ് ആണ്. ആ എക്സിൽ നിന്ന് ഉള്ള ലീനിയർ ഫംഗ്ഷൻ നമുക്കറിയാം. ലീനിയർ ഫംഗ്ഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെക്ടർ സ്പേസിൽ നിന്ന് ആ ഫീൽഡിലേക്കുള്ള ഫംഗ്ഷൻ ആണ് ലീനിയർ ഫംഗ്ഷണൽ. അത് ഇത്തരത്തിലുള്ള സെറ്റ് ഓഫ് ഓൾ ലീനിയർ ഫംഗ്ഷണൽസിന്റെ കളക്ഷൻ. ദിസ് കളക്ഷൻ form a vector space. That vector space is called dual, algebraic dual space. Okay, it forms a vector space. ഇത് ഒരു X star is a vector space. X star is a vector space. Okay, അത് വെക്ടർ സ്പേസ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കറിയാം. ഓൾറെഡി നമ്മൾ ലീനിയർ ഓൾജിബ്രയ്ക്കകത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു സെറ്റ് വെക്ടർ സ്പേസ് ആകാനുള്ള കണ്ടീഷൻസ് എല്ലാം ഇതിനകത്തുള്ള എലമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ F1, F2 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രൂവ് ചെയ്യുന്നില്ല. ഒരു ഐഡിയ ഇതാണ്. F1, F2 എലമെന്റ് ഓഫ് X star implies alpha F1 plus beta F2 element of X star. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റിനകത്തൊക്കെ ഇതിന്റെ പ്രൂഫുകൾ കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഈ ഡ്യുവൽ സ്പേസിന്റെ ഒരു ഓവറോൾ ഐഡിയ, ബേസിക് ഐഡിയാസും ആൻഡ് ഇമ്പോർട്ടന്റ് കൺസെപ്റ്റുകളും മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സിമ്പിൾ വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യുക, ലീനിയാരിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യുക, ഇത്തരത്തിലുള്ള പ്രൂഫുകളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യും. ഓക്കെ, അത് സിമ്പിളി നമുക്ക് ചെയ്യാൻ പറ്റുന്ന റിസൾട്ടുകളാണ്. ഓക്കെ, അടുത്ത ഒരു ഇപ്പൊ ഇതൊരു വെക്ടർ സ്പേസ് ആണ്. X star ഒരു വെക്ടർ സ്പേസ് ആണ്. അപ്പോ ഇതിന്റെ ഡയമെൻഷനെ പറ്റി നമുക്ക് എന്ത് പറയാം? ഇഫ് ഡയമെൻഷൻ ഓഫ് X equal to n, X ഒരു n ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെങ്കിൽ then dimension of X star equal to n. X ഒരു n ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെങ്കിൽ അതിന്റെ ആൾജിബ്രിക് ഡ്യുവൽ X സ്റ്റാറും ഒരു n ഡയമെൻഷണൽ വെക്ടർ സ്പേസ് തന്നെ ആയിരിക്കും. ഒരു ഇമ്പോർട്ടന്റ് പ്രൂഫാണിത്, ഇമ്പോർട്ടന്റ് തിയറം ആണിത്. ഓക്കെ, ഇതിന്റെ പ്രൂഫിന്റെ ഔട്ട്ലൈൻ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പ്രൂഫ് ഓരോ റിസൾട്ടായിട്ട് പ്രൂവ് ചെയ്യാൻ ഒരുപാട് ലെങ്തി പ്രൂഫ് ആയിരിക്കും. സോ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു റിസൾട്ടിന്റെ ആവശ്യമുണ്ട്, ഒരു ലെമ്മയുടെ ആവശ്യമുണ്ട്. ഓക്കെ, അത് ലെറ്റ് t from x to y be a linear operator. Be a linear operator. Okay, and E1, E2, etc. E1, E2, E3, etc. En be the basis of X. E1, E2, etc. En എന്ന് പറയുന്നത് X ന്റെ ബേസിസ് എലമെന്റ്സ് ആണ്, ബേസിസ് സെറ്റ് ആണ്. Okay, then T is uniquely determined if we know yk is equal to t of ek. അതായത് കളുടെ ek എന്ന് പറഞ്ഞാൽ ഇതാണ് E1, E2, etc. En, this element set. ഇതിന്റെ ഇമേജസ്, ഈ ബേസിസിലെ എലമെന്റ്സിന്റെ ഇമേജസ് ഉണ്ടെങ്കിൽ ദിസ് T can be determined uniquely. അതായത് ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാനായാലും അതിന്റെ ബേസിസ് എലമെന്റ്സിന്റെ ഇമേജസ് ഉണ്ടെങ്കിൽ, ഇമേജസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ, ദാറ്റ് ലീനിയർ ഓപ്പറേറ്റർ ക്യാൻ ബി ഡിറ്റർമിൻഡ് യൂണിക്കലി. ഓക്കെ, ഇറ്റ്സ് an important lemma. ഈ ലെമ്മ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സിന്റെ ഡയമെൻഷൻ, എക്സ് ഒരു ഫൈനൽ ഡയമെൻഷൻ ആണെങ്കിൽ, എക്സ് ഡയമെൻഷൻ n ആണെങ്കിൽ എക്സ് സ്റ്റാറിന്റെ അതിന്റെ ഡ്യുവൽ സ്പേസിന്റെ ഡയമെൻഷനും n ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം.
നമുക്കിവിടെ എക്സിന്റെ ഡയമെൻഷൻ n ആണ്, എക്സ് സ്റ്റാറിന്റെ ഡയമെൻഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ് സ്റ്റാറിനകത്തുള്ള എലമെന്റ്സ് മുഴുവൻ ഫങ്ഷൻസ് ആയിരിക്കും, ഫങ്ഷൻസ് ലീനിയർ ഫങ്ഷണൽസ് ആയിരിക്കും. ലെറ്റ് E1, E2, etc. En be the basis of X. എക്സിന്റെ ബേസ് നമ്മൾ ചൂസ് ചെയ്തു, E1, E2, etc. En എക്സിന്റെ ബേസ് ആയിട്ട് ചൂസ് ചെയ്തു. ആൻഡ് വി ഡിഫൈൻ F equal to F1, F2, etc. Fn n elements ചൂസ് ചെയ്തു. Is a set in X star. അതായത് is Fi is a linear functional. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എക്സ് സ്റ്റാറിനകത്തുള്ളൊരു സെറ്റ് എടുത്തു, F1, F2, etc. Fn എന്ന് പറയുന്നത്. ഈ Fn നമ്മൾ ഡിഫൈൻ ചെയ്യും ഇപ്പം. എന്നിട്ട് ഈ n എലമെന്റ് ഉള്ള ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നും അത് എല്ലാ എലമെന്റിനെയും സ്പാൻ ചെയ്യുമെന്നും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ദിസ് ഫോംസ് എ ബേസിസ് എന്ന് പറയാം. ഇത് ബേസിസ് ആവുന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് എക്സ് സ്റ്റാർ ഈക്വൽ ടു n നമുക്ക് പ്രൂവ് ചെയ്യാം. ആ ഐഡിയ ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ E1, E2, etc. En എന്ന് പറയുന്നത് എക്സിന്റെ ബേസിസ് ആയിട്ട് നമ്മൾ എടുത്തു. F1, F2, etc. Fn നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാം. ഓക്കെ, Fk is a linear functional. Fk is a linear functional. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രക്ഷൻ ആണ്. Linear functional with Fk of En is equal to 1 if k equal to n, 0 if k not equal to n. ഇത്തരത്തിൽ നമ്മൾ എഫ് കെ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം F1, F2, etc. Fn എന്ന് പറയുന്നത് ലീനിയർ ഫങ്ഷണൽസ് ആണ്. അപ്പോൾ ഈ F1 ഇതിന്റെ ഇമേജസിനെ മാപ്പ് ചെയ്യുന്ന എലമെന്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ദിസ് Fn ക്യാൻ യുണീക്ലി ഡിറ്റർമിൻ. ഈ ലെമ്മ അനുസരിച്ച് F1 ഇതിനെ മാപ്പ് ചെയ്യുന്ന എലമെന്റ്സ് നമുക്ക് കൊണ്ടുവന്നുണ്ടെങ്കിൽ ദിസ് Fn ക്യാൻ യുണീക്ലി ഡിറ്റർമിൻ. ഇതേപോലെ F2ന്റെ ഈവൻ അണ്ടർ F2 E1, E2, etc. En ഇമേജസ് അറിയാമെന്നുണ്ടെങ്കിൽ ദിസ് F2 ക്യാൻ യുണീക്ലി ഡിറ്റർമിൻ. ഇതേപോലെ Fn ഇമേജസ് ഓഫ് E1, E2, etc. En അണ്ടർ Fn നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ദിസ് Fn ക്യാൻ യുണീക്ലി ഡിറ്റർമിൻ. ആ ഐഡിയ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവിടെ Fk is a linear functional. ഓക്കെ, വിത്ത് Fk of En equal to 1 if k equal to n, 0 if k not equal to n. അതായത് F1 നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ F1 of E1 equal to 1, F1 of E2 equal to 0, F1 of E3 equal to 0, etc. F1 of En equal to 0. ഓക്കെ, അതായത് ഇവർ പറയുന്നത് Fk of En equal to 1 if k equal to 1. അപ്പോൾ ഇത് രണ്ടും k equal to n, kയും n ഉം ഈക്വൽ ആണെങ്കിൽ ഇത് 1 ഉം kയും n ഉം ഡിഫറന്റ് ആണെങ്കിൽ ഇത് 0 ഉം ആണ്. അപ്പോൾ F1 ചൂസ് ചെയ്യുമ്പോൾ F1 of E1 equal to 1 കിട്ടും, അതർ Ei മാപ്സ് ടു 0. അപ്പോൾ E1നെ 1ലേക്കും ബാക്കി എല്ലാത്തിനെയും 0യിലേക്കും കൊണ്ടുപോകുന്ന ഒരു ലീനിയർ ഫങ്ഷണൽ എവിടെയുണ്ട്? എക്സ് സ്റ്റാറിനകത്തുണ്ട്. ദാറ്റ് എക്സ് സ്റ്റാർ ഇസ് കോൾഡ് F1. ദെൻ ദിസ് F1 ഈസ് യുണീക്ലി ഡിറ്റർമിൻ. കാരണം ബേസിസ് എലമെന്റ്സിന്റെ ഇമേജസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് തന്നിട്ടുണ്ടെങ്കിൽ ദിസ് F1 ഈസ് യുണീക്ലി ഡിറ്റർമിൻഡ്. ഓക്കെ, ഇതേപോലെ തന്നെ F2 നമ്മൾ ഇത് F2 നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ F2 of E1 equal to 0 ആയിരിക്കും, F2 of E2 equal to 1 ആയിരിക്കും, F2 of E3 equal to 0, etc. F2 of En equal to 0. ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ etc. Fn നമുക്ക് ചൂസ് ചെയ്യാം. Fn of E1 equal to 0, Fn of E2 equal to 0, etc. Fn of En equal to 1. ഇത്തരത്തിൽ നമുക്ക് ഒരു n എലമെന്റ്സ് ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ n എലമെന്റ്സ് ചൂസ് ചെയ്തിട്ട് ഈ n എലമെന്റ്സ് ഇതിന്റെ ബേസിസ് ആവും, ഈ എക്സ് സ്റ്റാറിന്റെ ബേസിസ് ആവും. ഓക്കെ, നമുക്ക് ഇവിടെ നമ്മൾ പറയുന്നത് എക്സിന്റെ ഡയമെൻഷൻ n ആണെന്ന് ചൂസ് ചെയ്തു, എക്സ് സ്റ്റാറിന്റെ ഡയമെൻഷൻ n ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെമ്മ ഇതാണ്. ഈ ലെമ്മയുടെ പ്രൂഫ് നമ്മൾ നോട്ട് ചെയ്യണം. ഈ ലെമ്മയുടെ പ്രൂഫ് അനുസരിച്ചിട്ട് ബേസിസ് എലമെന്റ്സിന്റെ ഇമേജസ് അറിയാമെന്നുണ്ടെങ്കിൽ ദാറ്റ് ലീനിയർ ഓപ്പറേറ്റർ ക്യാൻ ബി യുണീക്ലി ഡിറ്റർമിൻഡ്. നമ്മൾ F1, F2, etc. Fn n എലമെന്റ്സ് എക്സ് സ്റ്റാറിൽ നിന്ന് n എലമെന്റ് ചൂസ് ചെയ്തു. ഈ n എലമെന്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇറ്റ്സ് വെൽ ഡിഫൈൻഡ്.
ഈ n എലമെന്റ്സ് വെൽ ഡിഫൈൻഡ് ആണ്. ഈ n എലമെന്റ്സ് ബേസിസ് ആകുമോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എഫ് എന്നൊരു സെറ്റ് ചൂസ് ചെയ്തു. എഫ് ഈക്വൽ ടു F1, F2, എക്സെട്ര Fn. എഫ് എന്നൊരു സെറ്റ് ചൂസ് ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ എഫ് എന്ന് പറയുന്നത് എക്സ് സ്റ്റാറിന്റെ ബേസിസ് ആകുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ പ്രൂവ് ദാറ്റ് ദിസ് എഫ് become the basis of x star. എക്സ് സ്റ്റാറിന്റെ ബേസിസ് ആകുമെന്ന് പ്രൂവ് ചെയ്യണം. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പ്രൂവ് എഫ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് എന്നാണ്. ഇൻഡിപെൻഡന്റ് സെറ്റ്. അപ്പോൾ ഒരു സെറ്റ് ബേസിസ് ആവണമെന്നുണ്ടെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അത് ആ വെക്ടർ സ്പേസിലെ എല്ലാ എലമെന്റിനും സ്പാൻ ചെയ്യും വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ബേസിസ് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, ലീനിയർ ആൾജിബ്രയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സെറ്റ് ഓഫ് വെക്ടർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സിഗ്മ i equal to 1 to n ആൽഫ I fi equal to 0. ഓക്കെ, ഫോർ ദെൻ എവരി ആൽഫ I equal to 0 എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ദിസ് FIs ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ ഇത് ഉദ്ദേശിക്കുന്നത് സിഗ്മ I equal to 1 to n ആൽഫ I into fi of x equal to 0 എന്നാണല്ലോ. ഫോർ എവരി x put if x equal to some ej, x equal to ej, we are only less than or equal to j less than or equal to n. j എന്ന് പറയുന്ന ഒരു ഫിക്സഡ് j എടുത്തു, ഈ j നമ്മൾ ചൂസ് ചെയ്തു. അങ്ങനെ ചൂസ് ചെയ്യുമ്പം സിഗ്മ I equal to 1 to n ആൽഫ I fi of ej equal to 0 എന്ന് ചൂസ് ചെയ്യും. ഓക്കെ, അപ്പോ ഇവിടെ ഏതൊരു ഇപ്പൊ ഇ ജെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഐയും 1 ലെസ് ആർ ഈക്വൽ ടു I ലെസ് ആർ ഈക്വൽ ടു n തന്നെയാണ്. ഓക്കെ, ഐയും ജെയും ഒന്നിനും എന്നിനും ഇടയ്ക്ക് കിടക്കുന്ന നമ്പേഴ്സ് ആണ്. അപ്പോൾ ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ ഇത് നോൺ സീറോ, ഐയും ജെയും ഡിഫറെന്റ് ആകുമ്പോൾ ഓൾറെഡി ഇത് എന്താണ്? 0 ആണ്. അപ്പോൾ ഒരേ ഒരു കേസിൽ മാത്രമേ ഇത് നോൺ സീറോ ആവത്തുള്ളൂ, വെൻ I ഈക്വൽ ടു ജെ. വെൻ I ഈക്വൽ ടു ജെ മാത്രമേ ഇവിടെ നോൺ സീറോ ടേംസ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. വെൻ I ഈക്വൽ ടു ജെ ദെൻ ആൽഫ j fj ej equal to 0 which implies അപ്പോൾ ഇതെന്താവും? 1 ആവും. ഓക്കെ, കാരണം നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരുന്നത് നമ്മൾ ഈ fi ഡിഫൈൻ ചെയ്തത് fk of en equal to 1 if k equal to n 0 if k not equal to n എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് 1 വരും. then which implies ആൽഫ j equal to 0. ഈ j നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. E1 E2 എക്സെട്ര en ഏത് j വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. അപ്പോൾ ഫോർ എവരി ആൽഫ equal to 0 which implies FIs are linearly independent. Okay, this FIs are linearly independent ആയിട്ടും. അടുത്ത നമുക്ക് പ്രൂവ് ചെയ്യേണ്ടുന്നത് this FI span. അടുത്ത നമുക്ക് പ്രൂവ് ചെയ്യേണ്ടുന്നത് prove every element. ഇത് ഓൾറെഡി ലീനിയർ ആൾജിബ്രയ്ക്ക് നമ്മൾ ചെയ്യുന്നതാണ്. ഒരു സെറ്റ് അതിന്റെ ഒരു വെക്ടർ സ്പേസിന്റെ ബേസിസ് ആവുന്നത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി പ്രൂവ് ദാറ്റ് എവരി എലമെന്റ് ഇൻ എക്സ് സ്റ്റാർ ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫിനകത്തുള്ള എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ കഴിയണം. എന്നാൽ മാത്രമേ ഇതിനെ എന്ത് പറയാൻ പറ്റൂ? ബേസിസ് എന്ന് പറയാൻ പറ്റൂ. അപ്പോ ഇഫ് എക്സ് ഈക്വൽ ടു ആൽഫ 1 E1 പ്ലസ് ആൽഫ 2 E2 പ്ലസ് എക്സെട്ര ആൽഫ n En. എക്സ് എന്ന് പറയുന്നത് E1 E2 എക്സെട്ര En എന്ന് പറയുന്നത് എക്സിന്റെ ബേസിസ് ആണ്. അപ്പൊ എക്സിനകത്തുള്ള ഏതൊരു എലമെന്റ് സ്മോൾ എക്സ് എടുത്തു കഴിഞ്ഞാലും അതിനെ നമുക്ക് E1 E2 എക്സെട്ര Eന്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റും. അപ്പോ ദെൻ f of x, f is a linear function. f of x equal to f of alpha 1 x E1 plus alpha 2 E2 plus etc alpha n En. Okay, which is equal to f of sigma alpha I ei equal to 1 to n, which is equal to sigma I equal to 1 to n alpha I into f of ei. ലീനിയാരിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? f of ei എന്ന് എഴുതാം.
ഇനി എഫ് എന്ന് പറയുന്നത് റഫ് എലമെന്റ് ഓഫ് എക്സ് സ്റ്റാർ ആണ്. എഫ് എന്ന് പറയുന്നത് എക്സ് സ്റ്റാറിലെ ഒരു എലമെന്റ്, ഒരു ജനറൽ എലമെന്റ് നമ്മൾ ചൂസ് ചെയ്തതാണ്. അപ്പോൾ ഈ എഫ് ഓഫ് ഇ ഐ എന്ന് പറയുന്നത് ഞാനൊരു ബീറ്റ ഐ എന്ന് ചൂസ് ചെയ്തു. ഓക്കെ, പുട്ട് എഫ് ഓഫ് ഇ ഐ ഈക്വൽ ടു സം ബീറ്റ ഐ, then it is equal to sigma I equal to 1 to n alpha I into beta I. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടി. അതായത് എഫ് ഓഫ് ഇ ഐ, ഇ ഐയുടെ എഫ് എന്ന് പറയുന്ന ലീനിയർ ഫങ്ഷണൽ ഇ ഐയുടെ ഇമേജിനെ ഇ ഐയെ ബീറ്റ ഐയിലേക്ക് മാപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് കിട്ടി. ഇനി ഈ എക്സിനെ നമുക്ക് എഫ് ഐയുടെ, എഫ് ഐ എന്താണെന്ന് അറിയാലോ, എഫ് ഐ ഈസ് എൻ എലമെന്റ് ഓഫ് എഫ് ഐയുടെ ഇമേജ് എന്താന്ന് നോക്കാം. എഫ് ഐ ഓഫ് എക്സ്, ഇമേജ് ഓഫ് എക്സ് അണ്ടർ എഫ് ഐ ഓഫ് എക്സ്. നമ്മൾ ഇവിടെ എടുത്തത് എക്സ് ഒരു ജനറൽ എലമെന്റ് ചൂസ് ചെയ്തു. ആ എക്സ് അണ്ടർ എഫിലുള്ള ഇമേജാണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എഫ് ഐയിൽ ഈ എക്സിന്റെ ഇമേജ് നമുക്ക് നോക്കാം. എഫ് ഐ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഐ ഓഫ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ ഇൻറ്റു ഇ ഐ. ഓക്കെ, അതായത് സിഗ്മ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ ഇൻറ്റു എഫ് ഐ ഓഫ് ഇ ഐ ഈക്വൽ ടു ആൽഫ ഐ. ഓക്കെ, അപ്പോൾ ആൽഫ ഐയെ നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഐ ഓഫ് എക്സ് എന്ന് ചൂസ് ചെയ്യാം. ദെൻ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 implies sigma I equal to 1 to n alpha I beta I equal to sigma I equal to 1 to n beta I into fi of x. Okay, which is equal to beta 1 f1 of x plus beta 2 f2 of x plus etc beta n fn of x. Okay, then sigma I equal to 1 to n എഫ് ഓഫ് ഇ ഐ എ നമ്മൾ ആൽഫ ഈ എഫ് ഐ ഓഫ് എക്സിനെ നമുക്ക് ആൽഫ എന്ന് കിട്ടി. ദെൻ ദിസ് 1 implies സിഗ്മ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ ഇൻറ്റു ബീറ്റ ഐ. ആ ആൽഫ ഐക്ക് നമ്മൾ എഫ് ഐ ഓഫ് എക്സ് കൊടുത്തു, അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിരുന്നല്ലോ. എഫ് ഓഫ് എക്സിനെ സിംപ്ലിഫൈ ചെയ്താണ് നമ്മൾ ഇവിടെ കൊണ്ടെത്തിച്ചത്. ആ ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഇത് കിട്ടിയത്. ദെൻ എഫ് ഓഫ് എക്സ് ഈസ് the linear combination of elements in F. ഓക്കെ, അപ്പോ നമുക്ക് ഈ എഫിനകത്തുള്ള എല്ലാ എലമെന്റ്സും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ ഈ എഫിനകത്തുള്ള എക്സ്റ്റാറിനകത്തുള്ള ഏതൊരു എലമെന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും, എക്സ്റ്റാറിനകത്തുള്ള ഏതൊരു എലമെന്റ് എഫ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ദിസ് എഫ് ക്യാൻ ബി റിട്ടൺ ആസ് the linear combination of elements in F, which implies F become the basis of X star. F എന്ന് പറയുന്നത് എക്സ് സ്റ്റാറിന്റെ ബേസിസ് ആണെന്ന് കിട്ടും. എഫ് എന്ന് പറയുന്നത് എക്സ് സ്റ്റാറിന്റെ ബേസിസ് ആണെങ്കിൽ which implies dimension of X star equal to n. ഓക്കെ, ഡയമെൻഷൻ ഓഫ് എക്സ് സ്റ്റാർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, n എന്ന് കിട്ടും. ഇവിടെ നമുക്ക് തെളിയിക്കേണ്ടത് ഇഫ് ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽ ടു n, എക്സിന്റെ ഡയമെൻഷൻ n ആണെങ്കിൽ എക്സ് സ്റ്റാറിന്റെ ഡയമെൻഷൻ n ആണെന്നാണ്. ഓക്കെ, ഈ റിസൾട്ട് ട്രൂ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഡബിൾ ഡുവൽ. വാട്ട് ഈസ് algebraic double dual? ഓക്കെ, algebraic double dual അതായത് നമുക്കറിയാം എക്സ് സ്റ്റാർ be the set of all linear functional X double star is the set of all linear functional on X. X double star is the set of all linear
functional on X star. Okay, X star set of all linear functionals X double star which is equal to the algebraic double dual of X. X in the algebraic double dual in the X double star. So X double star is a set of all linear functionals on X star. Okay, അതായത് നമുക്ക് ഒന്ന് ഒരു റെപ്രസെന്റേഷൻ പോലെ എഴുതി കഴിഞ്ഞാൽ ഇത് എക്സ്, അപ്പോൾ ഇത് ഫീൽഡാണ്. ഫീൽഡ് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സിൽ നിന്ന് ഈ എഫിലേക്കുള്ള ഫങ്ഷൻസ് ആണ് F1, F2, F3 എക്സെട്ര. ഓക്കെ, ഇതെല്ലാം ലീനിയർ ഫങ്ഷണൽസ് ആണെന്നിരിക്കട്ടെ. ദീസ് ആർ ലീനിയർ ഫങ്ഷണൽസ്. അപ്പോൾ ഒരു വെക്ടർ സ്പേസിൽ നിന്ന് അതിന്റെ ബേസ് ഫീൽഡിലേക്കുള്ള ലീനിയർ ഫങ്ഷണൽസിന്റെ കളക്ഷൻ, ഈ ഫങ്ഷണൽസിന്റെ കളക്ഷനെയാണ് നമ്മൾ എക്സ് സ്റ്റാർ എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, ഈ ഫങ്ഷണൽസിന്റെ കളക്ഷനെയാണ് നമ്മൾ എക്സ് സ്റ്റാർ എന്ന് വിളിച്ചിരുന്നത്. ഇനി ഈ ഫങ്ഷണൽസിന്റെ കളക്ഷനിൽ നിന്ന് ആ ബേസ് ഫീൽഡിലേക്കുള്ള ഫംഗ്ഷൻ, അതായത് ഈ ഫംഗ്ഷനെ F1 മാപ്പ് ചെയ്യും, F2 മാപ്പ് ചെയ്യും, F3 മാപ്പ് ചെയ്യും. ഈ ഫങ്ഷൻസിന്റെ കളക്ഷൻ ഇതിന് നമുക്ക് G1, G2, G3 ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ദിസ് കളക്ഷൻ ഈസ് കോൾഡ് എക്സ് ഡബിൾ സ്റ്റാർ. ഈ കളക്ഷനെയാണ് നമുക്ക് എക്സ് ഡബിൾ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് called the algebraic double dual of X. Xന്റെ algebraic double dualനെയാണ് ഡബിൾ ഡുവൽ എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇപ്പോ എലമെന്റ്സ് ഇൻ X double star is equal to some gi. Okay, then gi is a function from X star to the field F. X starൽ നിന്ന് Fലേക്കുള്ള ഫങ്ഷൻസ് ആയിരിക്കും എന്ത് ആൾജിബ്രിക് ഡബിൾ ഡുവലിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ വെക്ടർ സ്പേസ് എക്സും ഈ എക്സ് ഡബിൾ സ്റ്റാറും തമ്മിൽ നമുക്കൊരു റിലേഷൻ പറയാം. ഓക്കെ, നമുക്ക് ഈ ഡബിൾ ഡുവലിനകത്ത് എക്സിന്റെ ഒരു ഐസോമോർഫിക് കോപ്പി ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിന്റെ കൺസ്ട്രക്ഷൻ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഫോർ ഈച്ച് എക്സ് എലമെന്റ് ഓഫ് എക്സ് there exists an element gx, element of x double star. ഈ വെക്ടർ സ്പേസിൽ ഏതൊരു എലമെന്റ് എക്സ് എടുത്തു കഴിഞ്ഞാലും ആ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെന്റ് ജി എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് എക്സ് ഡബിൾ സ്റ്റാർ എന്ന് കാണും. വേർ ജി എക്സ് ഓഫ് എഫ് ഈക്വൽ ടു, കാരണം ജി എക്സ് എന്ന് പറയുന്നത് എക്സ് സ്റ്റാറിൽ നിന്ന് എഫിലേക്ക്, എക്സ് സ്റ്റാറിനകത്തുള്ള എലമെന്റ്സ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ജി സ്റ്റാർ എന്ന് ജി എക്സ് ഇവിടെ ഫിക്സ് ചെയ്തു. ജി എക്സ് ഓഫ് എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോ ഇവിടെ ഞാനൊരു എലമെന്റ് സം എക്സ് ചൂസ് ചെയ്തു. ഓക്കെ, ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയുള്ള എലമെന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് ഒരു എലമെന്റ്, ഇതിപ്പോ നമ്മൾ നൊട്ടേറ്റ് ചെയ്തിങ്ങനെയാണെങ്കിലും ഈ G1 എന്ന് പറയുന്ന ഫംഗ്ഷൻ, G1 എന്ന് പറയുന്ന എക്സ് ഡബിൾ സ്റ്റാറിലെ എലമെന്റ് ആണ്. അപ്പൊ G1 ഈ F1നെയും F2നെയും F3യും എല്ലാം മാപ്പ് ചെയ്യുന്നുണ്ട്. F1നെ F2നെ F3 എല്ലാം മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് G1 എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതേപോലെ G2വും ഈ ഫംഗ്ഷൻസിനെ എല്ലാം മാപ്പ് ചെയ്യും. G3യും ഈ ഫംഗ്ഷൻസ്, ഈ സെറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ എലമെന്റ് മാപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ ഡയഗ്രാം വരച്ചപ്പോൾ ഇങ്ങനെ വരച്ചു തന്നെയുള്ളൂ. ഓക്കെ, അപ്പോൾ ജി എക്സ് ഓഫ് എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, അപ്പോ ഇവിടെ അതിന്റെ മീനിങ്, ഇപ്പോ ഒരു ഫംഗ്ഷൻ, ഒരു എലമെന്റ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെന്റിന്റെ ഫംഗ്ഷൻ വാല്യൂസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഇത് എക്സ് ഒരു ഫിക്സഡ് എലമെന്റ് നമ്മൾ ചൂസ് ചെയ്തു. F1 എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിനെ മാപ്പ് ചെയ്യും ഒരു റിയൽ നമ്പറിലേക്ക്, ഒരു ഫീൽഡിലെ ഒരു എലമെന്റിലേക്ക്. F2 എന്ന് പറയുന്ന ഫംഗ്ഷനും എക്സിനെ മാപ്പ് ചെയ്യും. F3 എന്ന് പറയുന്ന ഫംഗ്ഷനും എക്സിനെ മാപ്പ് ചെയ്യും. അപ്പോൾ ഈ ജി എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ F1നെ F1 എക്സിലേക്ക് മാപ്പ് ചെയ്യും, F2നെ F2 എക്സിലേക്ക് മാപ്പ് ചെയ്യും,
F3A F3 of X ലേക്ക് മാപ്പ് ചെയ്യും. ജനറലി ഒരു FIA FI of X ലേക്ക് മാപ്പ് ചെയ്യും. ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, gx of a function f equal to f of x. gx എന്ന് പറയുന്നത് ഫംഗ്ഷൻ എഫിനെ f of x ലേക്ക് മാപ്പ് ചെയ്യും. ഓക്കെ, we can prove that this gx is linear. ഇത് ഒരു ലീനിയർ മാപ്പിംഗ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം gx of ആൽഫ f1 പ്ലസ് ബീറ്റ f2 ഇത് പ്രൂവ് ചെയ്യാം. gx of ആൽഫ f1 പ്ലസ് ബീറ്റ f2 is equal to ആൽഫ ഇൻറ്റു gx of f1 പ്ലസ് ബീറ്റ ഇൻറ്റു gx of f2. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, gx of f equal to f of x ഇത് വെച്ചും പ്രൂവ് ചെയ്യാം. സിമ്പിൾ പ്രൂഫാണിത്. കാരണം gx of ആൽഫ f1 പ്ലസ് ബീറ്റ f2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ f1 പ്ലസ് ബീറ്റ f2 ഓഫ് x ഇങ്ങനെയാണ്. gx of f equal to f of x. ഇത് എഫിന് വരെ ഇവിടെ നിന്നാണ് ആൽഫ f1 പ്ലസ് ബീറ്റ f2 ആണ്. എന്ന് വെച്ചാൽ ആൽഫ ഇൻറ്റു f1 ഓഫ് x പ്ലസ് ബീറ്റ ഇൻറ്റു f2 ഓഫ് x. ഓക്കെ, അപ്പോൾ ഇസിക്കൽ ആൽഫ ഇൻറ്റു f1 ഓഫ് x എന്ന് വെച്ച് കഴിഞ്ഞാൽ f ഓഫ് x എന്ന് വെച്ചാൽ gx of f ആണ്. അപ്പോൾ f1 ഓഫ് x എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ഇൻറ്റു gx ഓഫ് f1 പ്ലസ് ബീറ്റ ഇൻറ്റു gx ഓഫ് f2. ലീനിയർ ആണ്. നമുക്ക് ഈ ഫംഗ്ഷൻ gx ഒരു 1-1 ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്കിവിടെ നമ്മൾ പറഞ്ഞത് ഈച്ച് x element of x there exists an element gx in x double star. ഓക്കെ, അപ്പോ define a mapping T from x to x double star. എക്സിൽ നിന്ന് എക്സ് ഡബിൾ സ്റ്റാറിലേക്ക് നമ്മളൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാണ്. വേർ ടി ഓഫ് എക്സിനകത്തുള്ള എലമെന്റ്സ് എല്ലാം ഈ ഫോമിലാണ്. ടി ഓഫ് എക്സ് ഈക്വൽ ടു ജി എക്സ് വിച്ച് ഫോംസ് ആൻഡ് 1-1 മാപ്പിംഗ്. ഈ മാപ്പിംഗ് ലീനിയർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതൊരു 1-1 മാപ്പിംഗും ആയിരിക്കും. ഓക്കെ, 0 മാത്രമേ 0 ഫംഗ്ഷനിലേക്ക് മാപ്പ് ചെയ്യത്തുള്ളൂ. വിച്ച് ഈസ് ആൻ 1-1 മാപ്പിംഗ്. ഇൻജെക്റ്റീവ്. ഓക്കെ, ഇൻജെക്റ്റീവ്. ഇനി ദിസ് if this mapping is surjective, then x is called algebraic reflexive. ഓക്കെ, അപ്പോ ഈ ടേം ആണ് ഇമ്പോർട്ടന്റ് ടേം, ആൾജിബ്രിക് റിഫ്ലെക്സീവ്. ഒരു വെക്ടർ സ്പേസ് ആൾജിബ്രിക് റിഫ്ലെക്സീവ് ആവണം എന്നുണ്ടെങ്കിൽ ആ വെക്ടർ സ്പേസിൽ നിന്ന് അതിന്റെ ഡബിൾ ഡുവലിലേക്ക് ഒരു 1-1 on-to ലീനിയർ മാപ്പിംഗ് ഉണ്ടായിരിക്കണം. ഈ മാപ്പിംഗ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഈ മാപ്പിംഗ് എപ്പോഴും on-to ആവണമെന്നില്ല. ഇത് 1-1 ആയിരിക്കും എപ്പോഴും. പക്ഷേ എല്ലാ കേസിലും ഇത് on-to ആവണമെന്നില്ല. ഇത് on-to ആവുന്ന കേസിലാണ് ഈ എക്സിനെ നമ്മൾ ആൾജിബ്രിക് റിഫ്ലെക്സീവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന മെയിൻ ഒരു റിസൾട്ട് ഇതാണ്. ഇഫ് എക്സ് ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ then x is algebraic reflexive. നമ്മൾ ഇത് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് വായിച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജി എക്സിന്റെ കൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ജി എക്സിന്റെ കളക്ഷൻ സെറ്റ് എടുത്തിട്ട് ഈ
ഈ മാപ്പിംഗ് എക്സ് ഡബിൾ സ്റ്റാറിലേക്കുള്ള എക്സിൽ നിന്ന് എക്സ് ഡബിൾ സ്റ്റാറിലേക്കുള്ള മാപ്പിംഗ് ആണ്. ഈ മാപ്പിംഗ് എപ്പോഴും ഓൺ ടു ആവില്ല. ഓൺ ടു ആണെങ്കിൽ വിച്ച് ഇസ് കോൾഡ് ഓൾജിബ്രിക് റിഫ്ലെക്സീവ്. എക്സ് ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ എക്സ് ഈസ് ആൻ ഓൾജിബ്രിക് റിഫ്ലെക്സീവ്. അതിന്റെ പ്രൂഫ് സിമ്പിൾ ആണ്. നമുക്കറിയാം ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് സ്റ്റാർ when x is finite dimensional. അപ്പോ എക്സ് സ്റ്റാറിന്റെ ഡുവൽ ആണ് എക്സ് ഡബിൾ സ്റ്റാർ. എക്സ് സ്റ്റാർ ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ എക്സ് ഡബിൾ സ്റ്റാറും എന്ത് തന്നെയായിരിക്കും? ഫൈനൈറ്റ് ഡയമെൻഷൻ തന്നെ ആയിരിക്കും. അപ്പം ഇതിന്റെ ഡയമെൻഷൻ n ആണെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻ n, ഇതിന്റെ n ആണെങ്കിൽ ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് ഡബിൾ സ്റ്റാർ. അപ്പോ ഇതിന്റെ ഡയമെൻഷൻ എക്സ് ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ ആ എക്സിന്റെ ഡയമെൻഷനും എക്സ് ഡബിൾ സ്റ്റാർ ഡയമെൻഷനും സെയിം ആയിരിക്കും, n തന്നെയായിരിക്കും. അപ്പോൾ ഒരു n ഡയമെൻഷണൽ വെക്ടർ സ്പേസിൽ നിന്ന് n ഡയമെൻഷണൽ വെക്ടർ സ്പേസിലേക്കുള്ള 1-1 മാപ്പിംഗ് ഉറപ്പായിട്ടും ഓൺ ടു ആയിരിക്കും. ഓക്കെ, ദെൻ വി ക്യാൻ സേ ദാറ്റ് ദിസ് എക്സ് ഈസ് ഓൾജിബ്രിക് റിഫ്ലെക്സീവ്. ഇതൊരു സിമ്പിൾ പ്രൂഫാണ്. ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത എക്സ് ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ അതിന്റെ ഡുവൽ ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെന്ന് പറഞ്ഞ സെയിം പ്രൂഫ് അനുസരിച്ച് തന്നെ എക്സ് ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾജിബ്രിക് റിഫ്ലെക്സീവ്. അതും പ്രൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇവിടെ നമ്മൾ സെറ്റ് ഓഫ് ഓൾ ലീനിയർ ഫംഗ്ഷൻസ് ചൂസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ അടുത്ത ലെക്ചറിൽ നമ്മൾ പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷണൽ. ഇവിടെ ബൗണ്ടഡ് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു ലീനിയർ ഓപ്പറേറ്റർ അതിന്റെ നോം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷൻസിനെ പറ്റിയായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൽ ഈ ലെക്ചറിൽ നമ്മൾ പറഞ്ഞത് ഒരു ഡുവൽ സ്പേസ്, അതിന്റെ ഓൾജിബ്രിക് റിഫ്ലെക്സീവ്. ഓക്കെ, ഈ രണ്ട് ടേമാണ്. ഇതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയി ചെയ്യുന്നു. ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇതിന്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷനും ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഓർത്തു വെച്ചിരുന്നാൽ ഈ കൺസെപ്റ്റ് ഇത്രയുടെ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു.